Hello dear students, welcome back. ഞാൻ ഫവാസ് MP from Universal Institute കോട്ടക്കൽ. +2 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി സാധാരണ ഡിഗ്രി അല്ലാതെ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നടത്തുന്ന ഒരു സ്ഥാപനം കേരളത്തിലുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെയും അണ്ടറിലുള്ള അതുപോലെ തന്നെ ഗവൺമെൻറ് നിയന്ത്രിതമായിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് ആയിട്ടുള്ള കോളേജുകളിലെ BSc നഴ്സിംഗ് മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന LBS സെൻറ്റർ ആണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനം +2 മാർക്കാണ്. അപ്പോൾ നിങ്ങൾ ഒരു തരത്തിലുള്ള എൻട്രൻസ് എക്സാം എഴുതാതെയും നിങ്ങൾക്ക് പ്രൊഫഷണൽ കോഴ്സുകളിൽ എസ്പെഷ്യലി പാരാമെഡിക്കൽ ആയിട്ടുള്ള കോഴ്സുകൾക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യക്കകത്തും പ്രത്യേകിച്ച് വിദേശത്തും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയറിന് +2 ആണ്, അഥവാ +2ൻ്റെ മാർക്കാണ് പരിഗണിക്കുക. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അതിന് 2 ലാസ്റ്റ് ഡേറ്റുകൾ പോലെ പറയാം. ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 13 ആണ്. അത് പുതുക്കിയ ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇനി മാറ്റം വരുമോ എന്നറിയില്ല. അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 17 ആണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. LBS എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, LBS സെൻറ്റർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് LBScenter.in എന്ന് പറയുന്ന വെബ്സൈറ്റ്, ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പേജ്. ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. LBSൻ്റെ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, അതുപോലെ തന്നെ PG കോഴ്സുകളുണ്ട്. എല്ലാ ഡീറ്റെയിൽസിൻ്റെ ഇടയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ 2025 2025-26 അഡ്മിഷനാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ലിങ്കിൽ അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നഴ്സിംഗ് ആൻഡ് അലൈഡ് പാരാമെഡിക്കൽ എന്നുള്ളതിനെ അലൈഡ് ഹെൽത്ത് സയൻസസ് എന്നും പറയാറുണ്ട്, അങ്ങനെ ഉണ്ടാകും. അതല്ലെങ്കിൽ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് എന്ന് പറയുന്ന ലിങ്ക് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിലേക്ക് എത്തും. ഇവിടെയാണ് നമ്മളിപ്പോൾ പറയുന്ന +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ BSc നഴ്സിംഗും മറ്റ് അലൈഡ് ഹെൽത്ത് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ, ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ലോഗിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ, ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ്, മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. അതുകൂടാതെ തന്നെ എന്താണ് സംഭവം, 2025-26 അധ്യയന വർഷത്തെ സർക്കാർ നിയന്ത്രിത കോളേജുകളിലേക്കും മറ്റ് സ്വാശ്രയ കോളേജുകളിലേക്കുമുള്ള BSc നഴ്സിംഗ് മറ്റ് അലൈഡ് ഹെൽത്ത് സയൻസസ് അഥവാ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെന്റ് പ്രൊസീജിയറുകളെല്ലാം അതിൻ്റെ അപേക്ഷ കൊടുക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ഫീസ് അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 13 ആണ്, ജൂൺ 13 ആണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 17 ആണ്. അതിൻ്റെ ഒരുപാട് PDF ഫയൽസ് നമുക്ക് ഇവിടെ കാണാം. അതിൻ്റെ അപേക്ഷ കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ടത്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ, പ്രോസ്പെക്ടസ്, ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. നമുക്ക് അതിലേക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഡീറ്റെയിൽസ്, അതായത് 2024 ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയ ഇൻഡെക്സ് മാർക്ക്, അത് നമ്മുടെ കൊടുക്കുന്ന +2 മാർക്കിനെ തന്നെ കൺവേർട്ട് ചെയ്തിട്ടുള്ളൊരു മാർക്കിംഗ് സ്കീമാണ്. അതും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, നൗ ഇതെല്ലാം നമുക്ക് PDFs ആയിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് അത് ഓരോന്നോരോന്നായിട്ട് കാണാം. അതിൻ്റെ ഒരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂളും ഒക്കെ ഉണ്ട്. സോ ലെറ്റ്സ് ചെക്ക് ദാറ്റ്. ഇതാണ് അതിൻ്റെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: രജിസ്ട്രേഷൻ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ ആൻഡ് ഫീ റെമിറ്റൻസ് ഓൺലൈൻ ത്രൂ ഓർ ചലാൻ. ഓൺലൈനായിട്ടോ ചലാനായിട്ടോ, ഓൺലൈനായിട്ടോ നമ്മളെല്ലാവരും ഇപ്പോൾ ഫീ പേ ചെയ്യുന്നുണ്ടാവുക. ജൂൺ 13 ആണ് ലാസ്റ്റ് ഡേറ്റ്. ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ജൂൺ 17 ആണ്. ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ത്രൂ ഓൺലൈൻ അത് 17 ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു റാങ്ക് ലിസ്റ്റ്, അതായത് അപ്ലൈ ചെയ്ത ആളുകളുടെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിൽ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസിലൊക്കെ വെരിഫിക്കേഷൻ നടത്തിയതിന് എന്തെങ്കിലും കറക്ഷനൊക്കെ ഉണ്ടെങ്കിൽ റെക്ടിഫിക്കേഷൻ ഓഫ് കംപ്ലയിൻസ് ഇൻ പേഴ്സണൽ ഡാറ്റ, അക്കാഡമിക് ഡാറ്റ, അത് ജൂലൈ 4 വരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചില മാറ്റങ്ങളൊക്കെ വന്നേക്കാം. സാധാരണ തന്നെ കീമിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെ ഒക്കെ അണ്ടറിലുള്ളതാകുമ്പോൾ യൂഷ്വലി അങ്ങോട്ട് 2 ദിവസമോ 4 ദിവസമൊക്കെ എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്യാറുണ്ട്. പബ്ലിക്കേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ്, ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും പിന്നെ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റും. ജൂലൈ 15 ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും. അതിനുശേഷം നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം. ഓക്കെ, നൗ ഓപ്ഷൻ റീഅറേഞ്ച്മെന്റ്, ഓപ്ഷൻ രജിസ്ട്രേഷൻ, ട്രയൽ അലോട്ട്മെന്റ്, പിന്നെ പബ്ലിക്കേഷൻ ഓഫ് ഫസ്റ്റ് അലോട്ട്മെന്റ്. 3 റെഗുലർ അലോട്ട്മെന്റുകളാണ് ഉണ്ടാവുക. സോ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസ്, ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളും മറ്റുമുണ്ട്. ഫീസ് അടച്ചു കഴിഞ്ഞാൽ സീറ്റ് ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ഇതൊക്കെ സാധാരണ ടിപ്പിക്കലി എങ്ങനെയാണോ ഒരു അലോട്ട്മെന്റ് പ്രൊസീജിയർ നടക്കുന്നത് അതുപോലെയാണ് ഉണ്ടാവുക. പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റ്, അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെന്റ്. ഓക്കെ, നൗ കോളേജുകൾ ജോയിൻ ചെയ്യുന്നത് ഓഗസ്റ്റ് 9 ആണ്. നൗ ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. നീറ്റിന്റെ റിസൾട്ട് വരുന്നതിനനുസരിച്ചും നീറ്റിന്റെ അലോട്ട്മെന്റ് നടക്കുന്നതിനനുസരിച്ചും ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഇതിൽ നിന്ന് നീറ്റിന്റെ അണ്ടറിലേക്ക് മാറാനുള്ള, ജിപ്മറിന്റെ അലൈഡൊക്കെ വരുമ്പോൾ അങ്ങനെ മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ 3 റെഗുലർ അലോട്ട്മെന്റുകൾ കഴിഞ്ഞാൽ സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റുകൾ അല്ലെങ്കിൽ മോപ്പപ്പ് അലോട്ട്മെന്റുകളൊക്കെ ആയിട്ട് പിന്നീട് വരാവുന്നതാണ്. ഇനി ഏതൊക്കെ കോഴ്സുകളിലേക്കാണ്, ഇതാണ് പ്രോഗ്രാമിന്റെ പ്രോസ്പെക്ടസ്. അതിൽ കോഴ്സുകൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കോഴ്സുകൾ 15 കോഴ്സുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ്, അതായത് BSc നഴ്സിംഗ്, ദിസ് ഇസ് ദ മോസ്റ്റ്
കോമൺ, ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള, ഏറ്റവും കൂടുതൽ സീറ്റുകളും ഉള്ള കോഴ്സാണ് BSc നഴ്സിംഗ്. പിന്നെ എല്ലാം BSc കോഴ്സുകളാണ്. അതിൽ തന്നെ ചിലത് ടെക്നോളജി കോഴ്സുകളായിട്ടും വരുന്നുണ്ട്. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, MLT, പെർഫ്യൂഷൻ ടെക്നോളജി. പെർഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡിൽ എത്രത്തോളം ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്തിട്ടുണ്ട് അതുമായി, അതായത് കാർഡിയാക് സർജറികളൊക്കെ നടക്കുന്ന സമയത്ത് ലങ്സ്, ഹാർട്ടൊക്കെ പ്രോബബ്ലി സ്റ്റോപ്പ് ആയിരിക്കുന്ന സമയത്ത്, വെന്റിലേറ്ററിലാകുന്ന സമയത്ത്, അതായത് വെന്റിലേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. സോ നമ്മുടെ ബ്ലഡിൽ എത്രത്തോളം ഓക്സിജൻ മിക്സ് ആവുന്നു, അത് കൂട്ടണോ കുറയ്ക്കണോ, പ്രഷർ കൂട്ടണോ, ഈ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന, എക്യുപ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ ഉണ്ടാവും. സോ പെർഫ്യൂഷൻ ടെക്നോളജി, ഒപ്റ്റോമെട്രി, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, കാർഡിയോവാസ്കുലർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഒക്യുപേഷണൽ തെറാപ്പി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, റേഡിയേഷൻ കൊടുക്കുന്നതാണ് റേഡിയോ തെറാപ്പി ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ. ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറഞ്ഞാൽ പെറ്റ് സ്കാനിലൊക്കെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഒരു പേഷ്യന്റിന് കൊടുക്കുന്നുണ്ടാവുക. സോ അതൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണ് ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിയിൽ വരുന്നത്. മെഡിക്കൽ ബയോകെമിസ്ട്രി, പ്രോസ്തറ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ് എന്ന് പറയുന്ന 15 കോഴ്സുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ളത് BSc നഴ്സിംഗ് ആണ്. പ്രൈവറ്റ് ആണെങ്കിലും സർക്കാർ കോളേജുകൾ, ഗവൺമെന്റ് കോളേജുകളാണെങ്കിലും ഏറ്റവും കൂടുതൽ സീറ്റുകൾ BSc നഴ്സിംഗിനാണ്. ഇനി ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്ര സമയമാണ്, അത് നമുക്കിവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. BSc നഴ്സിംഗ് ആണെങ്കിൽ 4 ഇയർ ആൻഡ് 1 ഇയർ. അത് കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ മാത്രമാണ് കമ്പൽസറി നഴ്സിംഗ് സർവീസ് ഓർ ഇന്റേൺഷിപ്പ് വരുന്നത്. MLTക്ക് അങ്ങനെയൊന്നും ഇല്ല. പെർഫ്യൂഷൻ ടെക്നോളജിക്ക് 3 ഇയർ കോഴ്സും 1 ഇയർ ഇന്റേൺഷിപ്പും ആണ്. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഈ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മൾ ഏത് കോഴ്സിന് പോകുന്നതിന്റെ മുന്നേ ആയിട്ട്. ഓക്കെ, കാർഡിയോവാസ്കുലർ ടെക്നോളജി 3 ഇയർ കോഴ്സാണ്, 1 ഇയർ ഇന്റേൺഷിപ്പ് ആണ്. BASLPക്ക് 10 months ആണ് ഇന്റേൺഷിപ്പ്. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിക്ക് 6 months ആണ് ഇന്റേൺഷിപ്പ്. അപ്പോൾ ഓരോന്നിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ചില കോഴ്സുകൾക്ക് അത് അത്ര കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല. ന്യൂക്ലിയർ മെഡിസിനൊക്കെ വളരെ കുറഞ്ഞ സീറ്റുകളേ ഉള്ളൂ. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണെന്ന് തോന്നുന്നു ന്യൂക്ലിയർ മെഡിസിൻ. കാലിക്കറ്റ് കോളേജ് ഓഫ് നഴ്സിംഗിലാണ് ന്യൂക്ലിയർ മെഡിസിന് സീറ്റ് ഉള്ളത്. സോ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ ശേഷം റിസർവേഷൻ, ഒരുപാട് തരത്തിലുള്ള സ്പെഷ്യൽ റിസർവേഷൻസ് ഉണ്ട്. ലൈക്ക് എക്സ് സർവീസ്മെൻ കോട്ട, അതുപോലെ തന്നെ ഡിപ്പെൻഡന്റ് ഓഫ് ഡിഫൻസ് പേഴ്സണൽ, നമ്മൾ ആർമിയിലെ ഡിഫൻസ് പേഴ്സണൽ കിൽഡ്, മിസ്സിംഗ്, ഡിസേബിൾഡ് ഇൻ ആക്ഷൻ, അങ്ങനെയുള്ള, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട, ഇങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് സർവിങ് ഡിഫൻസ് പേഴ്സണൽ. അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ റിസർവേഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ സ്പോർട്സ് കോട്ട പോലെയുള്ള, ലൈക്ക് നമുക്കറിയാം ജനറൽ മെറിറ്റ് കഴിഞ്ഞ് EWS റിസർവേഷൻ ഉണ്ട്. അതേപോലെ തന്നെ OBCയിൽ ഒരുപാട് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. SC/ST റിസർവേഷൻ ഉണ്ട്. ഡിഫറൻഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസിനുള്ള റിസർവേഷൻ ഉണ്ട്. ഇതൊന്നും കൂടാതെയുള്ള സ്പെഷ്യൽ റിസർവേഷൻസ് ലൈക്ക് സ്പോർട്സ് കോട്ട, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും യൂട്ടിലൈസ് ചെയ്യാണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കുക. സ്വാഭാവികമായിട്ടും അതിന്റെ നിങ്ങളെ ക്ലെയിം സപ്പോർട്ട് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അതുപോലെ തന്നെ നമ്മൾക്ക് ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി, +2 മാർക്ക് ഓരോ സബ്ജക്റ്റിലും, അതേപോലെ തന്നെ ഡിഫറെന്റ് കോഴ്സുകൾക്കും അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഡിഫറെന്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നേറ്റിവിറ്റി വേണം. കേരളൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമാണ് ഈ പറയുന്ന കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെന്റ്. സോ നേറ്റിവിറ്റി, അതിന് നമ്മൾ SSLC സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് അല്ലെങ്കിൽ മറ്റ് ഡോക്യുമെന്റ്സ് ആണ് നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. സോ നേറ്റിവിറ്റി വേണം, കേരളൈറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നോൺ കേരളൈറ്റ് കാറ്റഗറി തന്നെ ഒന്ന് കേരളത്തിൽ വർക്ക് ചെയ്യുന്ന IAS ഓഫീസേഴ്സ്, മറ്റു ഭാഗത്തുനിന്ന് കേരള കേഡറിലേക്ക് അലോട്ട് ചെയ്തിട്ടുള്ള IAS ഓഫീസർ ആണെങ്കിൽ അവരൊക്കെ കേരളൈറ്റ്സ് ആയിട്ട് തന്നെയാണ് പരിഗണിക്കുക. അപ്പോൾ അവരുടെ മക്കള്, ഓക്കെ. സോ അങ്ങനെയുള്ള ക്രൈറ്റീരിയ ഉണ്ട്. അതേപോലെ തന്നെ അക്കാഡമിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ, സർട്ടിഫിക്കറ്റ്സ് ടു പ്രൂവ് നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത് പ്ലേസ് ഓഫ് ബർത്ത് കാണിക്കുന്ന സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ SSLCയുടെ സർട്ടിഫിക്കറ്റ് പ്ലേസ് ഓഫ് ബർത്ത് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അക്കാഡമിക് എലിജിബിലിറ്റി, അതായത് ഓരോ കോഴ്സിലേക്കും ലൈക്ക് BSc നഴ്സിംഗ് അങ്ങനെ പോയിട്ട് ഇതിനൊക്കെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഡ് ഹാവ് പാസ്ഡ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ കണ്ടക്ടഡ് ബൈ ദ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കേരള ഓർ എക്സാമിനേഷൻ ഈക്വലന്റ് എന്ന് വെച്ചാൽ CBSE ആണെങ്കിലും ഓക്കെ ആണ്. ദാറ്റ് ടു അപ്രൂവ്ഡ് ബൈ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് തൃശ്ശൂർ, കുഹാസ് അംഗീകരിക്കുന്ന മറ്റൊരു ബോർഡിൽ നിന്നുള്ള +2ന്റെ 12ന്റെ എക്സാം പാസ്സായിരിക്കണം. ആൻഡ് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് സെപ്പറേറ്റ് മിനിമം പാസ് മാർക്ക് ഫോർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വേണം. ആൻഡ് 50% മാർക്ക് ഇൻ അഗ്രിഗേറ്റ്, ടുഗദർ 50% മാർക്ക് വേണം. അത് ഇത്രയും കോഴ്സുകൾക്ക്. അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറിയാണ് BASLP. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തന്നെ വേണം നിർബന്ധമില്ല. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ മാത്തമാറ്റിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ ഇലക്ട്രോണിക്സ് ഓർ സൈക്കോളജി, ഇതിൽ ഏതെങ്കിലും ഒന്ന്, ബയോളജിക്ക് പകരമായിട്ട് ഏതെങ്കിലും ഒന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ബാച്ചിലർ ഓഫ് പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സിൽ വരുന്നത് ഷുഡ് ഹാവ് പാസ്ഡ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ. അതേപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി ഓർ മാത്തമാറ്റിക്സ്. മറ്റുള്ള
ചോയ്സസ് ഇല്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ഏതൊക്കെ കോഴ്സുകൾക്കാണ് കൊടുക്കുന്നത്, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗിന് പോകാൻ പറ്റില്ല, കാരണം ബയോളജി നിർബന്ധമാണ്. ബയോളജി ഇല്ലാതെ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത ആളുകളാണെങ്കിൽ. മാത്തമാറ്റിക്സും എടുത്ത ആളുകൾക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളുണ്ട്, ലൈക്ക് BASLP അല്ലെങ്കിൽ ഓർത്തോട്ടിക്സ് പോലുള്ളതിന് നിങ്ങൾക്ക് ബയോളജി അല്ല മാത്തമാറ്റിക്സ് ആണെങ്കിലും ഓക്കെയാണ്. സോ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത പോയിന്റ്, നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ്. സർട്ടിഫിക്കറ്റ്സ് ടു ബി അപ്ലോഡഡ് വിത്ത് ഓൺലൈൻ ആപ്ലിക്കേഷൻ. ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്സ്, ഒന്ന് SSLC ഓർ ഇക്വലന്റ്, രണ്ടാമത്തെ സ്കാൻഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി. ഈ പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന SSLC തന്നെയാണ്, അതല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് പോലത്തെ കാര്യങ്ങളായിരിക്കും. സ്കാൻ കോപ്പി ഓഫ് മാർക്ക് ലിസ്റ്റ് ഓർ ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ +2ൻ്റെതാണ്. ഇത് ഇപ്രാവശ്യം എക്സാം എഴുതിയ ആളുകളാണെങ്കിൽ, +2 ഗോയിങ്ങിൽ എക്സാം എഴുതിയിട്ടുള്ള ആളുകളാണെങ്കിൽ മേ ബി അവർക്ക് മാർക്ക് ലിസ്റ്റ് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ആളുകൾ അപ്ലോഡ് ചെയ്യേണ്ടത് അവരുടെ ഹോൾ ടിക്കറ്റ് ആണ്, അഡ്മിറ്റ് കാർഡാണ്. ഇത് +2ൻ്റെ ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ ഒക്കെയാണ് കൊടുക്കേണ്ടത്. സോ അത് ആണ് ചെയ്യേണ്ടത്. അടുത്തത് സർട്ടിഫിക്കറ്റ് ഇൻ സപ്പോർട്ട് ഓഫ് എനി ക്ലെയിം ഫോർ സ്പെഷ്യൽ റിസർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പോർട്സ് കോട്ട പോലുള്ള റിസർവേഷൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്. അതേപോലെ തന്നെ ഫീ കൺസെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സ്റ്റുഡൻസിന് ഫീസിൽ ഇളവുള്ള കേസുകളുണ്ട്, അതിനനുസരിച്ചുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടെ അപ്ലോഡ് ചെയ്യേണ്ടി വരും ഇഫ് ആപ്ലിക്കബിൾ. നൗ സ്കാൻ കോപ്പി ഓഫ് ഇൻകം സർട്ടിഫിക്കറ്റ്, ഓക്കെ. അതേപോലെ തന്നെ സ്കാൻ കോപ്പി ഓഫ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ഫ്രം തഹസിൽദാർ. ഇൻ കേസ് ഓഫ് SC/ST കാൻഡിഡേറ്റ്സിന് തഹസിൽദാറിൻ്റെ അടുത്തുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, NCLൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, ദാറ്റ് ഈസ് ഫ്രം വില്ലേജ് ഓഫീസറിൽ നിന്ന് ഉള്ള സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് സ്കാൻ കോപ്പി ഓഫ് ഇന്റർകാസ്റ്റ് മാരേജ്, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്കാൻ കോപ്പി വേണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇൻ കേസ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, അവരുടെ കേസിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. സ്കാൻ കോപ്പി ഓഫ് ഡോക്യുമെന്റ്സ് മെൻഷൻഡ് ഇൻ ക്ലോസ്. അപ്പോൾ NRI കോട്ടയിലുള്ളവർക്ക് അതിൻ്റെതായ ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ്. ഇനി എവിടെയൊക്കെയാണ്, അല്ലെങ്കിൽ ഓരോ കോളേജുകളിലും എത്ര വീതം നമുക്ക് സീറ്റുകളുണ്ട്? ഇത് BSc നഴ്സിംഗ് ഗവൺമെന്റ് കോളേജസ് അനക്ഷർ 1 കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് ഓഫ് കോളേജസ് ഇൻക്ലൂഡ് ലാസ്റ്റ് ഇയർ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ കോളേജുകളുടെ ലിസ്റ്റാണ് പറഞ്ഞുള്ളത്. കോഴ്സ്, കോളേജ്, ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ഈ കോളേജുകളൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഗവൺമെന്റ് കോളേജുകൾ BSc നഴ്സിംഗ് ആണ് ഏറ്റവും കൂടുതൽ. അതിൽ തന്നെ സീറ്റുകളുടെ എണ്ണം, മെറിറ്റ് സീറ്റ്, മാനേജ്മെന്റ് സീറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഗവൺമെന്റ് കോളേജിൽ മാനേജ്മെന്റ് സീറ്റ് ഇല്ല. സോ ആലപ്പുഴ, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ, അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊച്ചി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ മിക്കവാറും എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് തന്നെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസ് ഉണ്ട്. അവിടെയൊക്കെ BSc നഴ്സിംഗ് ഉണ്ട്. അതിൽ 80 സീറ്റുകളാണ് മിക്കവാറും. പിന്നെ 60 സീറ്റ്സ് വരുന്ന കോളേജസ് ഉണ്ട്. തിരുവനന്തപുരത്ത് 2 ക്യാമ്പസുകളിലായിട്ടാണെന്ന് തോന്നുന്നു 190 സീറ്റുകൾ BSc നഴ്സിംഗിനുണ്ട്. സോ ഇത് ഗവൺമെന്റ് കോളേജസ്. അതിൻ്റെ കൂടെ തന്നെ അവിടെ ഫീസും, ഇയർലി ഫീസ് 23,170 rupees ഫീസ് പറയുന്നുണ്ട്. നമ്മൾ ഈ അലോട്ട്മെന്റ് കിട്ടുന്ന സമയത്ത് ഈ ഫീസ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ BSc നഴ്സിംഗ് കോളേജസ് അണ്ടർ മലബാർ ക്യാൻസർ സെന്റർ, അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെ വരുന്ന ഗവൺമെന്റ് കൺട്രോൾഡ് ആയിട്ടുള്ള നഴ്സിംഗ് കോളേജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കാറ്റഗറികളുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ BSc നഴ്സിംഗ് മാത്രമല്ല. നമ്മൾ അടുത്ത പേജസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം നഴ്സിംഗ് കോളേജസ് ആണ്. സെൽഫ് ഫിനാൻസിങ് കോളേജസ് എല്ലാം ലിസ്റ്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടേക്കുള്ള മാനേജ്മെന്റ്, അതേപോലെ തന്നെ മെറിറ്റ് സീറ്റുകൾ, പാരാമെഡിക്കൽ സ്ട്രീംസ്. ഫോർ എക്സാമ്പിൾ BSc ഡയാലിസിസ് ടെക്നോളജി വരുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, അവിടെ 16 സീറ്റുകളാണുള്ളത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ, അവിടെ 11 സീറ്റുകളാണ്. സോ പാരാമെഡിക്കൽ തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള, ഇപ്പോൾ MLT ലബോറട്ടറി ടെക്നോളജിക്ക് ഒരുപാട് സ്ഥലത്ത് സീറ്റുകളുണ്ട്. അതേസമയം ന്യൂക്ലിയർ മെഡിസിൻ പോലെയുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സുകൾക്ക് വളരെ കുറഞ്ഞ സീറ്റുകളേ ഉള്ളൂ. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ അപ്ലൈ ഫോർ ദാറ്റ് ഓൾസോ. 22,000 ആണ് ഫീസ് വരുന്നത്. അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ്ങിലൊക്കെ ഫീസിൽ വരുന്ന വ്യത്യാസങ്ങൾ, നമുക്ക് ട്യൂഷൻ ഫീസ്, അലൈഡ് KMCT കോളേജിൻ്റെ അണ്ടറിൽ വരുന്ന മുക്കത്തുള്ള കോഴിക്കോട് KMCTയിൽ വരുന്ന കോഴ്സ് അവിടെ വരുമ്പോൾ ട്യൂഷൻ ഫീസ് 63,000, പിന്നെ സ്പെഷ്യൽ ഫീ 39,000, ഇങ്ങനെയൊക്കെയുള്ള ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾക്ക് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരമാണ് LBSൻ്റെ BSc നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് BSc കോഴ്സുകളിലേക്കുള്ള പ്രവേശനം. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 13-ാം തീയതിയാണ് ഫീസ് അടക്കേണ്ടത്. ഫീസിൻ്റെ കാര്യത്തിൽ പറയാം, ജനറൽ OBC സ്റ്റുഡൻസിനൊക്കെ 800 rupees ആണ് ഫീസ്. അതേസമയം SC/ST സ്റ്റുഡൻസിന് ഈ അലോട്ട്മെന്റിൽ പങ്കെടുക്കാനുള്ള ഫീസ് വെറും 400 രൂപയാണ്. സോ ആ ഫീസ് 13-ാം തീയതി എങ്കിലും അടയ്ക്കുക, ഓൺലൈനായിട്ട് പേ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻസ് അല്ല, നമ്മുടെ മാർക്കും മറ്റു കാര്യങ്ങളും ബാക്കിയുള്ള പേഴ്സണൽ അക്കാഡമിക് ഡാറ്റ എല്ലാം ഫില്ല് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്, ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അത് ജൂൺ 17-നാണ്. സോ താല്പര്യമുള്ളവർ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.